രാജമോഹൻ ചേട്ടാ, പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നു എന്ന സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇറാൻ ഇറാൻ അമേരിക്ക യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പടക്കപ്പലുകളും അന്തർവാഹിനികളും അമേരിക്ക ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന് അങ്ങോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയരാൻ തുടങ്ങിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായ അടിക്കും, ബാലിസ്റ്റിക് മിസൈലും ന്യൂക്ലിയർ, അതായത് ആണവ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴി അമേരിക്കയെ ശക്തമായി പ്രതിരോധിക്കുമെന്ന രീതിയിലാണ് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെ കാണാം? ഇറാൻ്റെ ശക്തിയെപ്പറ്റി പെരുപ്പിച്ച് എഴുതുകയും കാണിക്കുകയും ചെയ്യുന്നവർ പണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് വേണ്ടി, അമേരിക്കയിലെ ആയുധ വ്യവസായികൾക്ക് വേണ്ടി പെരുപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, റിപ്പബ്ലിക്കൻ ആർമി, അത് ഇറാൻ്റെ ആയിരുന്നു, ഇറാഖിൻ്റെ ആയിരുന്നു, കുവൈറ്റ് ഇറാഖുമായിട്ടുള്ള നീണ്ട യുദ്ധം ഉണ്ടായത്. ഇപ്പോൾ റിപ്പബ്ലിക്കൻ ആർമി കരയിൽ യുദ്ധത്തിന് അമേരിക്കൻ സൈനികർ വന്നു കഴിഞ്ഞാൽ അമേരിക്ക കാണില്ല, അമേരിക്കയുടെ പൊടി പോലും കാണില്ല. ഇറാനും ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ പയറ്റിത്തെളിഞ്ഞ പട്ടാളക്കാരാണ് ഇറാഖിന് വേണ്ടി താഴെയുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അമേരിക്കൻ സൈനികർക്ക് താഴെ വന്ന് ഇറാഖിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രചരണം നടത്തുകയും അത് അവരെ അനുകൂലിക്കുന്ന ഹാൻഡിലുകളെല്ലാം ഭയങ്കര അമേരിക്ക തവിടുകൂടിയാകുമെന്ന് പറഞ്ഞാൽ എഴുതുന്നത്. പക്ഷേ ഇത് പിന്നീട് വാർത്ത വന്നു, ഇറാഖിൽ വീണ്ടും വീണ്ടും ബോംബ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ അമേരിക്കൻ ജനതയുടെ മനസ്സിൽ ഇറാഖിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു ഭീതി ഉണ്ടാക്കി വീണ്ടും വീണ്ടും ഇറാഖിനെ ആക്രമിക്കാനുള്ള ഒരു ലൈസൻസിന് വേണ്ടി മാത്രം പ്രചരിപ്പിച്ച വാർത്തയായിരുന്നത്. അമേരിക്കൻ സൈന്യർ ഇറങ്ങി വല്ലതും നടന്നോ? അതിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുള്ളത് നമ്മളെ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, അൽ ജസീറ, BBC പോലുള്ള മാധ്യമങ്ങളൊക്കെ ആധികാരികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇറാനിൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് അവിടെ കലാപങ്ങളും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ അമേരിക്കക്ക് റോളുണ്ട്. അമേരിക്ക അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വരുന്നുണ്ട്. മലയാള പത്രങ്ങളിൽ മാത്രമല്ല, ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾക്ക് വരുന്നുമുണ്ട്. മാത്രമല്ല, റഷ്യയും ചൈനയും ഇറാനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതായത് വേണ്ടി വന്നാൽ ഇറാനെ പിന്തുണക്കുമെന്നുള്ള സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ഈ റഷ്യയും ചൈനയൊക്കെ തന്നെ ഇറാഖിനെ പിന്തുണച്ചിട്ടുണ്ട്. ഈ റഷ്യയും ചൈനയൊക്കെ തന്നെ ഇവിടെ ഗാസയിലെ പാലസ്തീനെ പിന്തുണച്ചിട്ടുണ്ട്. ആ പിന്തുണ അവർ ഫലപ്രദമായിട്ട് കൊടുക്കുകയാണോ, അത് സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാത്രം നിൽക്കുകയാണോ? ഇത് യുദ്ധത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? അതുകൂടെ ഒന്ന് പറയാം. എന്നാലും അല്ല, എങ്കിലേ നമ്മുടെ ചർച്ചയ്ക്ക് അർത്ഥം വരുള്ളൂ. അല്ല, ഗസ വിഷയത്തിൽ മാധ്യമങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ കൺമുമ്പിലുള്ള വിഷയത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒറ്റക്കെട്ടായിരുന്നു. ഇസ്രായേൽ ഒറ്റക്കെട്ടാണെന്നുള്ളതല്ല, ഇവർ സഹായിക്കുമെന്ന് പറഞ്ഞ രാജ്യങ്ങൾ എന്തുമാത്രം കാര്യമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പല പിന്നെ സഹായിക്കുന്ന വാചകം പറഞ്ഞാൽ ഇവർ ഇറാന്റെ വിഷയത്തിൽ അങ്ങനെ നമ്മളങ്ങ് പ്രതീക്ഷിക്കുക. ഇറാന്റെ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഇറാൻകാർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടു കൂട്ടർക്കും അവരുടെ ശക്തി ദൗർബല്യങ്ങൾ അറിയാം, പേടിപ്പിക്കും. ഇനി ഒറ്റ കാര്യം കൂടെ ചോദിക്കാം. ഇറാനെ മഹത്വവൽക്കരിച്ച് പറയുമ്പോൾ ഈ ഇറാഖ് ആക്രമിച്ച് കീഴടക്കിയല്ലോ സദ്ദാം ഹുസൈൻ. അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ കുവൈറ്റ് എവിടെയായിരിക്കും? വേറെ രാജ്യമാണോ? ഇറാഖിൻ്റെ ഉപരാജ്യമാണ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ കയ്യേറ്റവും കടന്നുകയറ്റവും നടത്തുന്ന ചില രാജ്യങ്ങൾക്ക് ഇത്തരം സമാധാന സംഭാഷണം പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമില്ല. ഇറാൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് പറ്റിയത്. ഇറാനിൽ എത്ര നാളായി കലാപം തുടങ്ങി? എത്ര ലക്ഷം പേര് മരിച്ചു? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 56,000 പേരും ആൾക്കാർ മിനിയാന്ന് തന്നെ മരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ മറുവശം കൂടെ വായിച്ചോ? ഇറാനിലെ വില നിലവാരം, ഇറാൻ്റെ കറൻസിയൊക്കെ എവിടെ പോകും എന്നുള്ളതായിട്ട്. ഇറാൻ്റെ കറൻസിയുടെ വാല്യൂ ഡൗൺ ആയി. അതെങ്ങനെയാണ് ഡൗൺ ആകുന്നത്? എങ്ങനെയാണ് ഡൗൺ ആകുന്നത്? ഒരു വശത്ത് നിങ്ങൾ അമേരിക്ക ഒന്നുമല്ല, നിസ്സാരമാണ്, ഞങ്ങൾ കീഴടക്കുമെന്ന് പറയുന്നു. ഒരു മറുവശത്ത് നിങ്ങൾ പറയുന്നത് അമേരിക്ക കാരണം ഞങ്ങളുടെ കറൻസി ഡൗൺ ആയെന്ന് പറയുന്നു. ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ അത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാം. ലേഖനം എഴുതി, ആത്മഹത്യാ പ്രവണതയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു 50 അല്ലെങ്കിൽ 25 വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്ന യുദ്ധങ്ങൾ മുഴുവൻ ഇസ്ലാമിന് ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് നടന്നിരിക്കുന്നത്. അല്ലെന്നുണ്ടോ? സിറിയയിൽ ആദ്യം അമേരിക്ക വന്ന് ബോംബിടുന്നു. മരിക്കുന്നവരാ? ഖുറാനും കൈപ്പിടിച്ച ഇസ്ലാം തന്നെയാണ് മരിക്കുന്നത്. അപ്പോൾ സിറിയയെ സഹായിക്കാൻ വേണ്ടി റഷ്യ വന്ന് ബോംബിടുന്നു. അവരെവിടെയാണ് ബോംബിടുന്നത്? സിറിയക്കകത്ത് തന്നെ ബോംബിടുന്നു, അമേരിക്കൻ കുർദുകളെ തേടി. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും അമേരിക്കയുടെയും റഷ്യയുടെയും സഹായം വന്നാലും ഇല്ലെങ്കിലും ബോംബിടുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ബോംബിടുന്നത്. പൊതുവെ ഈ പശ്ചിമേഷ്യ, മിഡിൽ ഈസ്റ്റ് പോലെ മധ്യേഷ്യ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ
ഈ കലാപ കലുഷിതമാക്കുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഫലസ്തീൻ വിഷയമായാലും ലെബനാനിലറിയാം, സിറിയയിലറിയാം, അതുപോലെ ഇപ്പോൾ ഇറാനിലറിയാം. അങ്ങനെ പല രാജ്യങ്ങളും സംഘർഷങ്ങളും കലുഷിതമാക്കുന്നതിന് അത് ആളിക്കത്തിക്കുന്ന ഒരു സമീപനമാണ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെയല്ലേ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ പാകിസ്ഥാനിലൊരു കലാപം ഉണ്ടായാൽ, ബംഗ്ലാദേശിലൊരു കലാപം ഉണ്ടായി, ചൈനയിലൊരു കലാപം ഉണ്ടായി, നമ്മുടെ സമീപനം എന്തായിരിക്കും? നമുക്ക് ഒരു കൂട്ടർ മാത്രം നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെ ന്യായീകരിക്കാൻ പറ്റില്ല. രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോൾ നൈജീരിയയിലെ ക്രിസ്ത്യൻസിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ പ്രശ്നം വന്നു. അതെ, നമ്മൾ 2 മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതേ വിഷയങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ മാർഗം പിന്തുടരാൻ തയ്യാറാകാത്ത എല്ലാ രാജ്യങ്ങളുടെ സ്ഥിതി ഇതാണ്. എല്ലാ യുദ്ധങ്ങളും ഈ മേഖല മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ മേഖല അവർ തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക ഇടപെടുന്നില്ല എന്ന് വിചാരിക്കട്ടെ. ഇറാൻ ഇറാഖും തമ്മിൽ എത്രയോ കാലം യുദ്ധം ഉണ്ടായി, എത്ര ലക്ഷം പേര് മരിച്ചു ഇല്ലേ? അതെന്തേ? അത് മരണമല്ലേ? മുസ്ലിംസ് മരിക്കുന്നത് മരണമല്ലേ? പാകിസ്ഥാനിൽ ഇന്ത്യ ഇടപെടാതെ തന്നെ ഇഷ്ടംപോലെ ബലൂജികളും മുസ്ലിംസായിട്ട് അഫ്ഗാനികളുമായിട്ട് സമരമുണ്ട്. എത്ര പേര് മരിക്കുന്നു? അതും മുസ്ലിംസ് അല്ലേ മരിക്കുന്നത്? ബംഗ്ലാദേശിൽ മരിക്കുന്നത് ഇതിനു മുമ്പ് മരിച്ച മുസ്ലിംസ് അല്ലേ? ഇപ്പോൾ ഏതാനും ഹിന്ദുക്കളെ കൊല്ലുന്നുള്ള അതെല്ലാവരും നടക്കുന്നു. അപ്പോൾ അത് അംഗീകരിക്കാതെ കലാപത്തിൻ്റെ ഒരു കൾച്ചർ വളർത്തിയെടുത്തിട്ട് അതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു സത്യം, ഇതുവരെയുള്ള സത്യം, അഥവാ എൻ്റെ സംശയം ഇതാണ്, അഥവാ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ തിരിച്ചടി എത്രത്തോളം ഉണ്ടായിരിക്കും? ഇറാന് അനങ്ങാൻ പറ്റില്ല. ഒറ്റ വാചകത്തിൽ പറയാൻ അനങ്ങാൻ പറ്റില്ല. ഇറാന് 1-2 ബോംബൊക്കെ അവിടെ ഇവിടെ കൊണ്ടിടും. എത്ര സ്കഡ് മിസൈൽ എന്ന് പറഞ്ഞ സാധനം ഓർക്കുന്നുണ്ട്? ആണവായുധങ്ങളും അല്ല, ഇസ്രായേലിനെതിരായിട്ട് ഉപയോഗിക്കാനായിട്ട് ആണവായുധം പൊങ്ങി അങ്ങോട്ട് പോകണ്ടേ? നിങ്ങൾക്ക് ഇന്ന് വരെ ചരിത്രത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് പോയ 2 ആൾക്കാർ അമേരിക്കയുടെ ആ ബോംബ് ഇട്ടു എന്നുള്ളതല്ലാതെ അമേരിക്കൻ അതിർത്തിക്കുള്ളിൽ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ യുദ്ധം ചെയ്ത ഏതെങ്കിലും രാജ്യമുണ്ട്? യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും രാജ്യത്തിന്? വലിയ വായടിക്കാം. ഒരു മിസൈൽ അവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തേ പറ്റാതെ? അപ്പോൾ അമേരിക്കയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ബോധ്യമുണ്ട്. വെനസ്വേലയ്ക്ക് അവർക്കൊരു പട്ടാളക്കാർക്ക് ഒരു തോക്ക് പോലും ഉപയോഗിക്കാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. ക്യൂബയുടെ എല്ലാ സപ്പോർട്ടുണ്ടല്ലോ, ഈ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ കാരണം അറബ് രാജ്യങ്ങളിലെ പിന്തുണയെ പറ്റി രാജ്മോഹൻ ചേട്ടൻ പറഞ്ഞില്ല. അറബ് രാജ്യങ്ങൾ പൊതുവെ ഈ ഇറാനും അമേരിക്കയും തമ്മിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ ഒരു സമാധാനപരമായ ഒരു ദൗത്യം ആയിരിക്കും. കാരണം അതായത് ഇറാനുമായി UAE, ഖത്തർ, സൗദി അറേബ്യ രാജ്യങ്ങൾ നല്ല ബന്ധത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ യുദ്ധം ആളിക്കത്തിക്കാനോ പ്രശ്നം രൂക്ഷമാക്കാനോ ശ്രമിക്കുകയില്ല. അല്ല, ഖത്തർ സമ്പന്നമായി, UAE സമ്പന്നമായി, സൗദി സമ്പന്നമായി. ഈ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ട് ഇറാനെ സഹായിക്കാൻ പോകണോ വേണ്ടെന്നുള്ള ചോദ്യചിഹ്നം വരുമ്പോൾ തൻ്റെ രാജ്യത്തെ സമ്പത്ത് നഷ്ടപ്പെടുത്തി ഇറാൻ ഇവരാരും സഹായിക്കാൻ പോകില്ല. വേണം കുറേ പൈസ കൊടുക്കും, കുറേ എണ്ണ എത്തിച്ചു കൊടുക്കും, വേണം 1-2 ആയുധങ്ങളും. അതിനപ്പുറത്തേക്ക് ഡയറക്റ്റായിട്ട് ഇവരാരും ഇടപെട്ടിട്ടില്ലല്ലോ ഇതുവരെ. എത്രയോ പ്രാവശ്യം അമേരിക്ക ഇടപെട്ടിരിക്കുന്നു, ഇറാനിൽ ഇടപെട്ടിരിക്കുന്നു, ലിബിയയിൽ ഇടപെട്ടിരിക്കുന്നു, ലെബനനിൽ എല്ലായിടത്തും ആരാ ഇടപെടാൻ തിരിച്ചടിക്കാൻ പോയിട്ട് ആരാ ഉള്ളത്? ഏതെങ്കിലും റഷ്യ ഉണ്ടായിരുന്നോ? ചൈന ഉണ്ടായിരുന്നോ? ഉത്തര കൊറിയ ഉണ്ടായിരുന്നോ? വാചകടിക്കും, ഞങ്ങളിപ്പം തീർക്കാൻ പറ്റില്ല. കാരണം അവർക്കറിയാതെ അമേരിക്കയുടെ സൈനിക ശക്തി എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇടയ്ക്കൊക്കെ ഓരോ ആയുധങ്ങൾ ലാസ്റ്റ് വന്നറിയാവോ? അമേരിക്ക വെനിസ്വേലയിൽ ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ച് അറിയാവോ? അത് എങ്ങനെയാണ് സാധിച്ചത്? എന്തായുധം അവർ ഉപയോഗിച്ചത്? വെനിസ്വേലയിലെ പട്ടാളക്കാർക്ക് തിരിച്ചൊന്നും വെടിവെക്കാൻ പോലും പറ്റിയില്ല. അവരുടെ ആർമിയെ പറ്റി പേരുണ്ട്, അമേരിക്കൻ ആർമിയുടെ പേര് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുതിയൊരു ആയുധം അവരോട് പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ കൃത്യം വിവരം നമുക്കറിയത്തില്ല. അതായത് നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ മസിൽസിനെയും ബന്ധിപ്പിക്കുന്ന സിഗ്നൽ സിസ്റ്റത്തെ ജാം ചെയ്യാൻ പറ്റുന്ന മാർഗം നെയറോസ് ഗ്യാസോ മറ്റോ ഉപയോഗിച്ചാണ് അത് ചെയ്തത്. ഇപ്പോൾ വന്ന വാർത്തയാണ്, അതായത് ഇംഗ്ലീഷിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയാണ്. മലയാളം ഞാൻ പറയാം. ഇറാന്റെ സൈന്യം സർവ്വസജ്ജമാണെന്നും വിരലുകൾ കാഞ്ചി വലിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഇറാൻ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട്. US നിന്ന് ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ ഇറാന്റെ ബദ്ധവൈരികളായ ഇസ്രായേലും കളത്തിലിറങ്ങിയേക്കാം. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തറിലെ US സൈനിക താവളം മുന്നമിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു. മധ്യേഷ്യയിൽ US താവളങ്ങൾ തിരഞ്ഞുപിടിച്ചുള്ള ആക്രമണമായിരിക്കും ഇത്തവണയും ഇറാൻ നടത്തിയേക്കുക. മധ്യേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമാകുന്നുവെന്ന വിലയിരുത്തൽ ഇതിനകം തന്നെ ക്രൂഡ് ഓയിൽ വിലയിൽ കുതിച്ചുകയറ്റം സൃഷ്ടിച്ചു. എവിടെയാണ് നടക്കുന്നത്? യുദ്ധത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? മധ്യേഷ്യ രാജ്യങ്ങളാരൊക്കെ? മുസ്ലിം രാജ്യങ്ങളാണ്. ഏത് ബോംബ് മിസൈൽ വന്നാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം പറ്റുന്നവർക്ക്?
ഇത് ഇങ്ങനെ കാണാതെ ഈ മീഡിയ എന്ന് പറയുന്നത് അവർക്ക് യുദ്ധ വാർത്തകൾക്ക് താല്പര്യമാണ്. യുദ്ധം ഉണ്ടാകാൻ പോകുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നാളെ യുദ്ധം ഉണ്ടാകുമെന്ന് പറയും. ഇപ്പോൾ നാളെ പാകിസ്ഥാൻ അടിച്ച് ദൂരെ കളയും എന്നൊക്കെ ഇവിടെ ഭയങ്കര വർത്തമാനങ്ങളാണ്. പാകിസ്ഥാനോട് ഭീകര യുദ്ധം ഉണ്ടാകാൻ പോകുന്നു. ഇവിടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ തന്നെ ഇന്ത്യയിൽ തന്നെ കാണുന്നില്ല. ഈ ഇത്തരം വാർത്തകളുടെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ് കോമൺ സെൻസ് കൊണ്ടിരിക്കേണ്ടത്. ഇത് കാണും, സംഭവിക്കും. ഇറാൻ സാമാന്യഗതിയിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇറാൻ അമേരിക്കയായിട്ടൊരു കോൺഫ്രണ്ടേഷന് പോകില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഒരു മിസൈൽ വല്ലതും കടലിൽ കൂടെ പോകുന്ന അറ്റ്ലാന്റിക് കൂടെ പോകുന്ന കപ്പലിട്ട് ഒരു ടോർപിഡോ ബോട്ടോ വല്ലതും. പക്ഷെ ഭയങ്കര നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഭയങ്കര യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണിലേക്ക് പോകുന്നു. പടക്കപ്പലുകളും അന്തർവാഹിനികളും ബാലിസ്റ്റിക് മിസൈലുകളും 25 വർഷമായിട്ട് ഈ ഇത്തരം വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയില്ല. നമ്മൾ മേജർ യുദ്ധങ്ങൾ വല്ലതും ഉണ്ടായോ? എന്തേ ഉണ്ടാകാത്ത? പടക്കപ്പലുകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ 25 വർഷം മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോഴും അമേരിക്കയുടെ അടുത്ത് എത്താൻ പറ്റുന്നില്ലല്ലോ. യൂറോപ്യൻ രാജ്യം നാറ്റോ പോലും വേണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുക. ആരാ അതിന് അവൻ്റെ ധൈര്യം എന്നതാണ്? നാറ്റോയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നെങ്കിൽ അമേരിക്ക ഒരു ശക്തി ഇപ്പോൾ എന്തോ പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട്. ആ ശക്തി എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പണ്ടും അമേരിക്ക അങ്ങനെയായിരുന്നു. പേൾ ഹാർബറിൽ പോയി ജപ്പാൻ ബോംബിടുന്നില്ലെങ്കിൽ അമേരിക്ക ഈ രംഗത്തെ വരികയില്ലായിരുന്നു. അമേരിക്ക ആയുധം കൊടുക്കുക മാത്രമായിരുന്നു തൊഴിൽ. ഡയറക്റ്റ് ഇങ്ങും ഇടപെടില്ലായിരുന്നു. പിന്നെ അമേരിക്കയുടെ ശക്തി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ വിശദമായ പഠനങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ ഈ സംശയം മാറും. അമേരിക്കയ്ക്ക് രാജ്യങ്ങൾ വേറെങ്ങും കോളനി ഇല്ല അധികം. അമേരിക്കയ്ക്ക് ഡ്യൂറേഷ്യ മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ കോളനികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കപ്പൽപ്പടകളാണ്. അത് 1-2 രാജ്യത്തിന് ഒരു കപ്പൽപ്പടയുണ്ട്. ഇപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തെയൊക്കെ തീർക്കണമെങ്കിൽ ഒറ്റ കപ്പൽപ്പട മതി. അത്രേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഈജിപ്ത് ആരുടെ കൂടെ നിൽക്കും? ജോർദാൻ ആരുടെ കൂടെ നിൽക്കും? ഇനി ഇസ്ലാമിക് രാജ്യങ്ങൾ പറയുമ്പോൾ എന്തിന് ആദ്യഘട്ടത്തിൽ അതുകൂടെ അങ്ങ് പറയും നടത്താം നമുക്ക്. ആദ്യഘട്ടത്തിൽ പാലസ്തീനും ആയിട്ട് ഇസ്രായേൽ അവിടെ ഉണ്ടാകാൻ രൂപീകരിക്കാൻ UN തീരുമാനിക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു പദ്ധതി അറിയാമല്ലോ. അതെ അതെ. ആ പദ്ധതി യോം കിപ്പൂർ യുദ്ധം അങ്ങനെയാണ് പറഞ്ഞത്. ഈജിപ്ത്, സിറിയ, ജോർദാൻ എല്ലാ രാജ്യങ്ങളും. അതിൽ അവസാനം കൂടെ ഉണ്ടായിരുന്നു യുദ്ധം ചെയ്യാൻ, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഒറ്റ രാജ്യം ഉണ്ടായിരുന്നുള്ളൂ, സിറിയ മാത്രം. ബാക്കി എല്ലാവരും പിൻവാങ്ങി. ജോർദാൻ ആദ്യം പിൻവാങ്ങി. ജോർദാനാണ് നയിക്കാമെന്ന് പറയുന്നത്. ഈജിപ്ത് അനങ്ങിയില്ല. പാവം മുഴുവൻ ആര് മേടിച്ചു? സിറിയ മേടിച്ചു. ഇപ്പോഴും കുറച്ച് വാശിയോടെ നിൽക്കുന്ന ഏക രാജ്യം സിറിയ. ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്ക കാണുമ്പോൾ തൊഴും. പിന്നെ ഒന്നുകൂടെ അവസാനമായിട്ട് ഒന്നുകൂടെ പറയാം. അമേരിക്ക തെറി പറഞ്ഞുകൊണ്ട് അമേരിക്കയായിട്ട് യുദ്ധം ചെയ്ത മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെ ജനവിഭാഗങ്ങൾ ഇന്ന് അമേരിക്കയുടെ സുഹൃത്തുക്കളാണ്. ഏറ്റവും നല്ല ഉദാഹരണം വിയറ്റ്നാം. കാരണം അമേരിക്ക തോൽപ്പിക്കുന്നതിൻ്റെ പക്ക വരെ എത്തിയ രാജ്യം വിയറ്റ്നാമാണ്. വിയറ്റ്നാം ഇന്നാരുടെ കൂടെ നിൽക്കുന്നത്? ചൈനയുടെ കൂടെയാണോ അമേരിക്കയുടെ കൂടെയാണോ? അമേരിക്കയുടെ. ഓരോ രാജ്യങ്ങളെടുത്ത് നിങ്ങൾ നോക്കും. നാളെ ഈ പറയുന്ന വെനസ്വേല ആരുടെ കൂടെയാകുമെന്ന് നോക്കൂ. ഈജിപ്ത് ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇസ്രായേലിനെ സഹായിക്കുന്നവനെ കുറ്റപ്പെടുത്തും. ഈജിപ്ത് സൗദി ആരുടെ കൂടെയാണ്? ഇസ്ലാമിക രാജ്യങ്ങൾ ആധ്യാത്മിക കേന്ദ്ര സൗദി ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇതൊക്കെ അറിയാതെ പത്രക്കാർക്ക് ഇത് എഴുതി വാർത്ത ഉണ്ടാക്കിയാൽ മതി. യുദ്ധം നടക്കാൻ പോകുന്ന വലിയ വാർത്തയാണ്. പണ്ട് കാലത്ത് റേഡിയോയുടെ മുമ്പിൽ യുദ്ധവാർത്ത ഉണ്ടെങ്കിൽ കേൾക്കാനായിട്ട് വട്ടം പിടിച്ച് നിൽക്കാനാണ്. ചായക്കടയിലൊക്കെ റേഡിയോ ഉള്ളൂ അല്ലേ? ആ കാലം പോയി. നമുക്ക് നേരെ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി സമ്പന്ന രാജ്യങ്ങളാണ്. ഇവരാരും അവരുടെ സമ്പത്ത് നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രേ ഉള്ളൂ. കാത്തിരിക്കാം.